ലോക്കോക്കാർക്ക് അന്നേരം എന്നെ ഭയങ്കര പുച്ഛമായിരുന്നു. ടു ബി ഓണസ്റ്റ് പറയാണ്, അവർക്ക് എന്നെ ഭയങ്കര പുച്ഛമായിരുന്നു. അവർ പറഞ്ഞത് ഈഗിളിന് വാച്ചിങ് കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരണം BGMA പോലത്തെ ഗെയിംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ PUBG ഇങ്ങനത്തെ ഗെയിംസിനൊക്കെയാണ് അവരുടെ വ്യൂവർഷിപ്പ് കൂടുതൽ, ഇങ്ങനത്തെ ഒരു സ്ട്രീമറിന് വാച്ചിങ് കൊണ്ടുവരാൻ പറ്റുമെന്ന് അവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് 3 ദിവസം ടെസ്റ്റ് സ്ട്രീം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ലോക്കോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇഷ്ടം പോലെ നോർത്ത് ഇന്ത്യൻ വലിയ ടോപ്പ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അവരുണ്ടായിട്ട് പോലെ എൻ്റെ അടുത്ത് ടെസ്റ്റ് സ്ട്രീം ചെയ്യാൻ പറഞ്ഞ ആദ്യത്തെ ദിവസം ടെസ്റ്റ് സ്ട്രീം ചെയ്തപ്പം ഫസ്റ്റ് ലൈവിൽ എനിക്ക് അവിടെ വന്നത് 8K വാച്ചിങ്. അന്ന് ആ സമയത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്ട്രീമേഴ്സിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കൊണ്ടുവന്നത് ഞാനായിരുന്നു ആ സമയത്ത്. അപ്പം ആ വ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്കിന് അവർ ഇംപ്രസ്ഡ് ആയിട്ട് പറഞ്ഞ് ഓക്കെ നിനക്ക് എഗ്രിമെന്റ് തരാം എന്നുള്ള രീതിയിൽ അവര് ഇതേപോലെ ഒരു സാലറി പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് പുറത്ത് റിവീൽ ചെയ്യാൻ പാടില്ല എന്നാണ് അക്കോർഡിംഗ് ടു ദ എഗ്രിമെന്റ്, അങ്ങനെയാണ്. അപ്പം ഞാൻ പ്രതീക്ഷേനേക്കാളും, അതായത് ഞാൻ ഈ പറഞ്ഞ ഈ 50,000-നേക്കാളും വലിയ എമൗണ്ട് ആണ് എന്തായാലും, അതായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും ഞാൻ ഇതായത്. അപ്പം ഈ 50,000-നേക്കാളും വലിയ എമൗണ്ട് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര, അതായത് ഞാൻ പറഞ്ഞു ഇതെന്ത് പെട്ടെന്ന് പൈസയുടെ വാല്യൂ പറഞ്ഞു, അത് ഇനി ഇവിടെ ഇത് അങ്ങനെ ആലോചിക്കണേ. അപ്പൊ ഞാൻ ആലോചിക്കും ഇതെന്ത് പറ്റി, ഇത് ഇങ്ങനെയൊക്കെ തരാന്നൊക്കെ പറയണത് എന്താണെന്ന് എന്റെ കിളി പോയിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ടും എന്റെ ലൈഫ് ചേഞ്ച് ചെയ്തത് ലോക്കോയിലെ പേയ്മെന്റ്. ഓരോ ലൈവ് കഴിയുമ്പോഴും നമ്മുടെ പൈസ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും, ഇന്ന് എത്ര കിട്ടി. അപ്പൊ അടുത്ത ദിവസം വീണ്ടും ചെയ്യാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവും. അപ്പൊ വീണ്ടും ചെയ്യാനുള്ളൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെ ചെയ്ത്